ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിക്രം, വർഷ ഇപ്പോഴും ഇങ്ങനെ തളർന്നിരിക്കുകയാണോ? അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. പക്ഷേ സന്തോഷിക്കാനല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ചൊരു യാത്രയായിട്ട് ഇവിടെ വന്നത്. ഇപ്പോ സന്തോഷിക്കാൻ ഒരു കാരണം കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്നേ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികമാ. എന്റെ സങ്കടത്തിനിടയിൽ ഞാനതങ്ങ് മറന്നു. ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി അവരുടെ വിവാഹ വാർഷികത്തിന് കേക്ക് മുറിച്ചൊക്കെ ആഘോഷിച്ചിരുന്നു. സ്വന്തം ജന്മദിനത്തെക്കാൾ ഹാരമായിരുന്നു ഞങ്ങൾക്കതൊക്കെ. എന്റെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇന്ന് എനിക്കത് ആഘോഷിക്കണം. എനിക്ക് ഉടനെ അവരെ കാണണം. വിവാഹദിന ആശംസകൾ അറിയിക്കണം. ആകാലോ. എന്താ വിക്രം വരുന്നില്ലേ? വരുന്നുണ്ടല്ലോ. എല്ലാ ആഘോഷങ്ങളിലും ഞാനും ഉണ്ട്. സന്തോഷം. ഇവിടെ അടുത്ത് ഒരു കാവൻ ക്ഷേത്രമൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി രണ്ടുപേർക്കും വേണ്ടി ഒരു പൂജയും വഴിപാടും ഒക്കെ നടത്തണം. ശരി, ഞാൻ ഓക്കെ. ശരി. ഇന്ന് അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. എന്നിട്ട് ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ. ഞാനിവിടെ വന്നതിനു ശേഷം അതിനെക്കുറിച്ച് ഓർത്തത്. വിവരം പറയാൻ ചെന്നപ്പോ അച്ഛൻ അമ്മയ്ക്ക് പ്രസന്റേഷൻ കൊടുക്കുന്നതാ കണ്ടത്. പ്രകാശേട്ടാ, എന്തായാലും നമ്മള് വർഷയുടെ മൂഡ് ഓഫ് മാറ്റാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന്റെ കൂടെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികം കൂടി അങ്ങ് ആഘോഷിക്കാം. പാവം, അവർക്ക് സന്തോഷാവട്ടെ. ഇവിടെ തൊട്ടടുത്തൊരു കാവുണ്ട്. നമുക്ക് അച്ഛനും അമ്മയും കൂട്ടി അവിടെ പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കണം. അതിനായി എല്ലാവരും തയ്യാറായിട്ട് നിൽക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. സുചിത്രടുത്തി പെട്ടെന്ന് റെഡി ആയിക്കോ. ഹരിതേ. ഓ പിന്നെ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവരുടെ വിവാഹ വാർഷികം. അതാഘോഷിച്ചില്ലെങ്കിലേ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. എന്ത് അസംബന്ധ ഇത്? എന്താ മനുഷ്യ പറയുന്നേ? നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യമല്ലേ? എന്തായാലും ആഘോഷിക്കാനായിട്ട് വന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനൊരു കാര്യം കൂടി നടക്കുന്നത് സന്തോഷമല്ലേ? സന്തോഷാണെങ്കിലേ നീ അങ്ങ് പോയാ മതി, ഞാനങ്ങ് വരുന്നില്ല. കാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച പലർക്കും ഭാഗ്യക്കുറി അടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. അതുകൊണ്ട് അച്ഛൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഭാഗ്യക്കുറി എടുത്താ അടിക്കുമെന്നാ പറഞ്ഞത്. വൃത്തികെട്ടവനെ. അയ്യോ, ഇങ്ങനെ മനസമാധാനം തരാത്തൊരു ജന്മം. ഇടത്തേക്ക് ഇപ്പളാ മനസ്സിലായി. കൈ